ഹാവൻ ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നമ്മൾ വീണ്ടും കൊല്ലം ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ വെളിച്ചിക്കാല എന്ന സ്ഥലത്ത് സുൽഫിക്കർ ഭാരിത ദമ്പതികളുടെ സ്വാലിഹ മൻസിൽ എന്ന് പറയുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇന്ന് ഈ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് സുൽഫിക്കറിന്റെ വാപ്പയാണ്. അപ്പൊ നമുക്ക് വാപ്പയോട് തന്നെ വീടിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. എന്റെ പേര് നാസർ എന്നാണ്. എന്റെ വൈഫിന്റെ പേര് സബീന എന്നാണ്. ഇത് ഹോം കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന്റെ 3D ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം പണിഞ്ഞതെല്ലാം ഇവിടെ അടുത്തുള്ള ഒരു പ്രസन्न എന്ന് പറയുന്ന കോൺട്രാക്ടറാണ്. ആ പുള്ളിയുടെ വർക്ക് വളരെ നീറ്റാണ്. എല്ലാം നല്ല ക്വാളിറ്റിയോട് കൂടി അങ്ങാര് പണിയും. അപ്പൊ ആദ്യം ഇവിടെ ഭയങ്കര ഒരു കുഴിയും അത് ഇതൊക്കെ ആയിരുന്നു, ഒരു വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാം ഞങ്ങള് 3 മീറ്റർ പില്ലർ താത്ത് അവിടെ നിന്നാണ് കോളം ചെയ്ത് കയറി വന്നത്. ഒരുപാട് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്ത്. ബജറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 74 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് തടി പ്ലാവും തേക്കുമാണ്. എല്ലാം ഫ്രണ്ട് സൈഡ് മൊത്തം തേക്കും, ഫുള്ള് തേക്കിന്റെ കഥ തന്നെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്, ഒരു ഡൈനിങ് ഉണ്ട്, ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് റൂമിലാണ്. നമ്മൾ നേരത്തെ ലിവിംഗ് റൂമിൽ നിന്നാണ് കണ്ടത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാഷ്യോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു പാഷ്യോ സ്പേസ് വേണമെന്ന് പറഞ്ഞതാണ് ആണല്ലേ. നല്ല രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പാഷ്യോയിലൊക്കെ നമുക്ക് പറ്റിയൊരു റിലാക്സിങ് ഏരിയ ആണ് ഇത്. ശരിക്കും മഴയുള്ള സമയത്താണല്ലേ? മഴയുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മഴ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കാൻ അല്ല, അപ്പൊ വന്നിരിക്കാറുണ്ടോ മഴയുള്ള സമയത്തൊക്കെ? ചുറ്റിനും ജാലി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് ഓപ്പൺ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണോ? അല്ല, ഇപ്പൊ പിന്നെ ഓപ്പൺ ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞു, ഇങ്ങനെ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. മഴ ഇവിടെ ഒരു കോട്ടയാട് പോലെ ചെയ്യാതെ കണ്ട് ഒരു പാഷ്യോ പോലെയാണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബെഡ്റൂം ഒക്കെ നോക്കാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഓക്കെ, ഇതാണ് വാപ്പയും ഉമ്മയും താമസിക്കുന്ന റൂമും വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്, ലോഫ്റ്റ് യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ടിവി വെക്കാനുള്ള സ്പേസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടിവി വെച്ചിട്ടില്ല, അതിൽ വെച്ചിട്ടില്ല. നമുക്ക് വിശാലമായിട്ട് അല്ലെ എല്ലായിടത്തു നിന്നും കാണാനുള്ള ടിവി ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഇത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യം, ഇവിടെ എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂം ഇല്ല, അതിന് ബാത്റൂം വലുതാക്കി. ഇവിടെ ബാത്റൂം വലുതാക്കിയാണല്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കിച്ചണിലെ വിശേഷങ്ങൾ നോക്കാം. നമ്മൾ തന്നെ പറഞ്ഞിട്ടാണ് ഓപ്പൺ കിച്ചൺ ചെയ്തത്. കാരണം എന്ന് പറയുന്നത് പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ നിന്ന് വിയർപ്പ് കൊള്ളേണ്ട കാര്യമില്ലല്ലേ. സുഖമായിട്ട് ഓപ്പണായിട്ട് നിന്ന് അവർക്ക് ടിവിയോ വല്ലോ കാണുന്നതിന് വേണ്ടി അവർക്കൊരു ശ്വാസം പിടിയൊക്കെ അല്ലല്ല, അത് അങ്ങനെ തന്നെ വേണം. പഴയ ചിന്തകളിലൊക്കെ നമ്മുടെ വീട്ടിലാരും
വേറെ ആരും വരുന്നില്ലല്ലോ, അതെ അതെ നമ്മുടെ ആൾക്കാരല്ലേ ഉള്ളു. അന്നേരം എന്ന് പറയാൻ ഓപ്പൺ കിച്ചൺ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അവര് ടി വി ഇവിടുത്തെ സ്ത്രീകള് വളരെ സ്വാതന്ത്ര്യമുള്ള, അതായത് നല്ല ടി വി കണ്ട് ഉല്ലസിച്ച് കിച്ചണിൽ നിന്ന് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ലിവിംഗ് റൂമിൽ മാത്രമല്ല ടി വി നമ്മൾ ഇവിടെ നിൽക്കുന്നവർക്കും കാണണമെന്നുള്ള ഒരു ഇതുകൊണ്ട് അവരെയും കൂടെ പരിഗണിച്ച് മാക്സിമം അവർക്ക് പാചകം ചെയ്യുമ്പോൾ ഉല്ലസിച്ച് പാചകം ചെയ്യട്ടെ. അതെ, അത് കണ്ട് കണ്ട് ആശ്വസിച്ച് പാചകം ചെയ്യണം. ഇന്നത്തെ മറൈൻ പ്ലൈവുഡിലാണ് എല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിലുമാണ്. ഇതൊക്കെ ഈ ഇന്റീരിയർ ഒക്കെ ചെയ്തിരുന്നത് ആരാണ്? അതിപ്പോ ഈ കോൺട്രാക്ടർ പുള്ളി കൊണ്ടുവന്ന ആൾക്കാരാണ്. എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ നല്ല കളർ, ചോക്ലേറ്റിന്റെ കളർ, ഒരു ചോക്ലേറ്റ് അടുക്കി വെച്ചിരിക്കുന്ന കണക്കാണ് തോന്നുന്നത്. അപ്പൊ വളരെ ഇതും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഇപ്പോഴത്തെ ഒരു മോഡലാണ്. കിച്ചണിലെല്ലാം വൈറ്റ് ആണ് ഇപ്പൊ എല്ലാരും കൊടുക്കുന്നത്. മുമ്പുള്ള ആളുകൾ കിച്ചൺ അഴുക്കാവും എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ ഏറ്റവും ഡാർക്ക് കളർ ആയിരിക്കും, പക്ഷെ ഇവിടെ എല്ലായിടത്തും ഒരേ കളറാണ്. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന വീടുകളിലെല്ലാം വൈറ്റ് തന്നെയാണ്. അത് അത്രയും ക്ലീൻ ആയും കിടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ വേറെ കളറാണ് ക്ലീൻ ആക്കത്തില്ല അവര്. ഇതാവുമ്പോഴത്തേക്ക് അവര് ക്ലീൻ ആയിക്കോളൂ. അപ്പൊ അതിന് ക്ലീൻ ആക്കി ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതൊരു ഗസ്റ്റ് റൂം ആയിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത്. ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റൂം കൂടെ ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ ഡ്രസ്സിംഗ് സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ട്. അതുപോലെ തന്നെ സീലിംഗ് എല്ലാം നമ്മൾ ജിപ്സം ബോർഡിന്റെ നല്ല ഡിസൈൻ സീലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. എത്ര നാളായി ഇപ്പൊ താമസമായിട്ട്? എത്ര നാളായി? 15 ദിവസമായി. 15 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇനിയും വരാനുണ്ട്. ഇവിടെ ഇനി കല്ലിന്റെ പണി, ഇവിടെ ഒരു പെബിൾ കോട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് പെബിൾസ് ഇനി വരാനുണ്ട്, പെബിൾസ് ഇടാനുണ്ട്. പിന്നെ അവിടെ ഒരു പൈപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ വേണ്ടിയിട്ടാണല്ലേ. ഇവിടെ ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്, 2 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ബാൽക്കണി ഏരിയ, പിന്നെ ഒരു വലിയ ലിവിംഗ് ഏരിയ. നമ്മൾ പഴയ തേക്കിന്റെ സെറ്റി ഒക്കെ എല്ലാം പഴയത് തന്നെ നമ്മൾ കൊണ്ടുവന്നു. താമസിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് പഴയ സെറ്റ് എല്ലാം തേക്കിന്റെ ആണല്ലേ? ഓക്കെ. പക്ഷെ ഇപ്പോഴും നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടുന്ന് നേരെ പുറത്തോട്ടിറങ്ങി നമുക്ക് നോക്കിയാലോ? പുറത്ത് നോക്കാം. നമ്മുടെ വീടിന്റെ പുറകുവശത്ത് കാണുന്ന ഈ ഒരു ഓപ്പൺ ടെറസിലാണ് വാഷിങ്ങിനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കിഡ്സ് ബെഡ്റൂം ആണ്, സ്വാലിഹയുടെ റൂം. അപ്പോൾ മോളുടെ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കയറാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാലിഹ മൻസിലിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കണ്ടു. വളരെ നല്ല സ്നേഹമുള്ള ഒരു വാപ്പയും ഉമ്മയും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ കൊല്ലംകാരുടെ സ്നേഹം കൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ നമ്മളോട് സ്നേഹത്തോട് തന്നെ ഇവിടെ പെരുമാറിയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഞങ്ങളുടെ ഹാവൻ ഡിസൈൻസിൻ്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇനിയും നമ്മൾ കൊല്ലം ജില്ലയിലെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ വീടുകളുമായിട്ട് നമ്മൾ ഇനിയും ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.